ഇ.പി. ജയരാജന്റെ പുസ്തക വിവാദത്തിൽ ഡി.സി ബുക്സിന്റെ നിലപാട് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രവി ഡി.സി. പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നു. കൂടുതൽ പ്രതികരിക്കാൻ ഇല്ലെന്നും രവി ഡി.സി. പറഞ്ഞു. ഡി.സി ബുക്സിന് ഇതേപ്പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സംസ് അപ്പ് വാട്ട് വി ഹാവ് ടു സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. നൈദർ വി ആർ ഓൺലി ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളില്ലാത്തത് ഇതൊരു പബ്ലിക് ഫിഗറും അല്ല, മറ്റേതുമല്ല. അതുകൊണ്ട് തന്നെ വി ഡു റെസ്പെക്ട് ദ പബ്ലിക് ഫിഗർ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമന്റ്സ് ആർ റിസർവ്ഡ് ആക്ച്വലി. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എന്തൊക്കെ കാര്യങ്ങളാണ് രവി ഡി.സി. പറയുന്നത്? കാരണം ഇന്നലെ ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു എന്ന് പറയുന്നത് ഈ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ബുക്ക് ഇറക്കുന്നത് മാറ്റിവെക്കുന്നു എന്നാണല്ലോ. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി അദ്ദേഹം സംസാരിച്ചു? ആദ്യമായാണ് ഈ പുസ്തകം വിവാദമായതിനു ശേഷം ഇതിന്റെ പ്രസാധകരായ രവി ഡി.സി. മാധ്യമങ്ങളെ കാണുന്നത്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഷാർജ പുസ്തകമേളയിൽ കാണുകയായിരുന്നു. പക്ഷേ അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഡി.സി ബുക്സ് പങ്കുവച്ചതിനപ്പുറത്തേക്ക് കൂടുതലായൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു അദ്ദേഹം. പൊതുരംഗത്തുള്ളവരെ ബഹുമാനിക്കുന്നവരാണ് തങ്ങൾ, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒന്നും കൂടുതൽ പറയുന്നില്ല, കമന്റുകൾ റിസർവ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു കരാർ നിലവിലുണ്ടോ, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഡി.സി ബുക്സ് പറഞ്ഞതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഡി.സി ബുക്സ്. പൊതുരംഗത്തുള്ള ആളല്ല താൻ, എന്നാൽ പൊതുരംഗത്തുള്ളവരോട് ബഹുമാനപൂർവ്വം പെരുമാറുകയാണ് എന്റെ രീതി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. സ്നേഹ, അതായത് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ഈ കൂടുതലൊന്നും തന്നെ പറയാനില്ല തങ്ങൾക്ക്. കാരണം ഇ.പി. ജയരാജൻ നിയമ നടപടിയുമായി അടക്കം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലും ഒന്നും തന്നെ വിട്ടു പറയാൻ അദ്ദേഹവും തയ്യാറാകുന്നില്ല എന്ന് വേണമല്ലേ കരുതാൻ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. കരാറിന്റെ കാര്യമായാൽ പോലും കേസിന്റെ കാര്യമായാൽ പോലും കൂടുതൽ ഒന്നിലേക്കും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്ന് അതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല, ഒന്നും പറയാൻ താൻ തയ്യാറല്ല. ഇന്നലെയും പലവട്ടം മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണാനായി ശ്രമിച്ചിരുന്നു. അപ്പോൾ താൻ മാധ്യമങ്ങളെ നേരിട്ട് കാണില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു. ഇത്തരം സംഗതികളിൽ പ്രതികരിക്കേണ്ടത് നാട്ടിൽ നിന്നാണ്. നാട്ടിലുള്ള തങ്ങളുടെ സംവിധാനങ്ങൾ അത് പ്രതികരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി. അതിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്നാണ് ഇന്നലെയും അദ്ദേഹം പറഞ്ഞത്. ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഡി.സി ബുക്സിന്റെ സ്റ്റാളിൽ അപ്രോച്ച് ചെയ്യുകയായിരുന്നു. അപ്പോഴും അദ്ദേഹം അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല, ഇതിന്റെ പ്രതികരണങ്ങൾ താൻ റിസർവ് ചെയ്യുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അഡ്വക്കേറ്റ് വിശ്വൻ മുഖേന ഡി.സി ബുക്സിന് ഇ.പി. ജയരാജൻ വക്കീൽ നോട്ടീസ് അടക്കം അയച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ അദ്ദേഹത്തോടുണ്ടായിരുന്നോ? കരാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു മാധ്യമ പ്രവർത്തകർ. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിനോട് എന്താണ് പ്രതികരണം എന്നുള്ളതും ചോദിച്ചിരുന്നു. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളിലും ഒന്നും പറയാൻ അദ്ദേഹം തയ്യാറായില്ല. കൂടുതൽ ചോദിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയായിരുന്നു സത്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹം വെച്ചത്. സ്നേഹ.